1962 തന്റെ 22-ാം വയസ്സിൽ ഓൾഡ് ട്രഫോർഡിന്റെ മുന്നിൽ കാലെടുത്തു വെക്കുമ്പോൾ ഈ മുറ്റം പിന്നീട് തന്റെ പേരിൽ അറിയപ്പെടുമെന്ന് ഡെന്നിസ് ലോ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഡെന്നിസ് ലോയുടെ ആദ്യ പരിശീലന സെഷനെ അനുസ്മരിച്ചുകൊണ്ട് സർ ബോബി ചാൾട്ടൺ പറഞ്ഞു വെക്കുന്ന വാക്കുകളുണ്ട്. അവൻ അന്നെനിക്ക് ചെറുതായി വിചിത്രമായി തോന്നുന്ന ഒരു പുഞ്ചിരി നൽകി. ആ ചിരി പിന്നീട് വർഷങ്ങളായി എനിക്ക് പരിചിതമായി തീർന്നു. യുണൈറ്റഡിൽ പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യം ഡെന്നിസ് ലോ പരമാവധി പ്രയോജനപ്പെടുത്തി. വെസ്റ്റ് ബ്രോമിനെതിരായ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾ നേടാൻ ഡെന്നിസ് ലോയ്ക്ക് വേണ്ടി വന്നത് വെറും 7 മിനിറ്റാണ്. 50,000-ലധികം ആരാധകരെ സാക്ഷി നിർത്തി ഓൾഡ് ട്രഫോർഡിൽ അന്ന് സമനില വഴങ്ങിയെങ്കിലും അതിലും പ്രധാനമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള ഒരു കരിയറിന്റെ തുടക്കമായിരുന്നു അവിടെ നടന്നത്. അബാർഡീനിൽ മത്സ്യത്തൊഴിലാളിയുടെ മകനായ ഡെന്നിസ് ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ലോക ഫുട്ബോളിന്റെയും എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായി വളർന്നു വരുന്നത് ഇവിടെ മുതലാണ്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഡെന്നിസ് ലോയെ ആരാധിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഡെന്നിസ് ലോ ആണ് ഓൾഡ് ട്രഫോർഡിന്റെ ആദ്യത്തെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ലോക്ക് ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പ് ഓൾഡ് ട്രഫോർഡിന്റെ ആദ്യത്തെ രാജാവായിക്കൊണ്ട് വാഴ്ത്തപ്പെട്ടത് ഡങ്കൻ എഡ്വേർഡ്സിനെയാണ്. എക്കാലത്തെ മികച്ച ബ്രിട്ടീഷ് ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഡങ്കൻ എഡ്വേർഡ്സ്. വെസ്റ്റ് ബ്രോമിനെതിരായ 1962 ഓഗസ്റ്റ് 18-നുള്ള അരങ്ങേറ്റ മത്സരത്തിലാണ് യുണൈറ്റഡ് ആരാധകർ ആദ്യമായി ഡെന്നിസ് ലോ സ്കോർ ചെയ്യുന്നത് കാണുന്നത്. യുണൈറ്റഡിനായി പിന്നീട് 236 തവണ കൂടി അദ്ദേഹം വലകുലുക്കി. യുണൈറ്റഡിനൊപ്പമുള്ള തന്റെ ആദ്യ സീസണിൽ 44 കളികളിൽ നിന്നും 29 ഗോളുകളാണ് ഡെന്നിസ് ലോ നേടിയത്. തൊട്ടടുത്ത സീസണിൽ 42 മത്സരങ്ങളിൽ നിന്നും 46 ഗോളുകൾ നേടിയ ഡെന്നിസ് ലോ ആ സീസണിലെ ബാലൻ ഡിയോറും സ്വന്തമാക്കി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചരിത്രത്തിലെ കണ്ണീർ അധ്യായമായ മ്യൂണിക് ദുരന്തത്തിന് ശേഷമുള്ള ആദ്യത്തെ യുണൈറ്റഡിന്റെ ലീഗ് വിജയത്തിൽ ഡെന്നിസ് ലോ 28 ഗോളുകൾ നേടി. ഒരു സെന്റർ ഫോർവേഡ് ആകുന്നത് ഒരിക്കലും ആസ്വദിച്ചില്ലെങ്കിലും അദ്ദേഹം അതിൽ അസാധാരണമായിട്ടുള്ള കഴിവുള്ളവനായിരുന്നു. ഓൾഡ് ട്രഫോർഡ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഫിനിഷറായിരുന്നു അദ്ദേഹമെന്ന് പല നിരീക്ഷകരും കണക്കാക്കുകയും ചെയ്യുന്നു. ഡെന്നിസ് ലോയുടെ പ്രകടനത്തിന് ഓരോ യുണൈറ്റഡ് ആരാധകരുടെയും ഇന്ദ്രിയങ്ങളെ ഇളക്കിവിടാനുള്ള കഴിവുണ്ടായിരുന്നു. കുപ്രസിദ്ധമായ ഒരു മാഞ്ചസ്റ്റർ ഡെർബി മത്സരത്തിലാണ് ഡെന്നിസ് ലോയുടെ കരിയറിലെ അവസാന ഗോൾ പിറക്കുന്നത്. 1974 ഏപ്രിൽ 27-ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ ഓൾഡ് ട്രഫോർഡിൽ വെച്ച് നേരിടുകയാണ്. റെലിഗേഷൻ ഒഴിവാക്കാൻ അത്ഭുതം ആവശ്യമായ യുണൈറ്റഡിന് അവരുടെ അവസാന 2 മത്സരങ്ങളും വിജയിക്കേണ്ടിയിരുന്നു. അതേസമയം സിറ്റി ലീഗ് ടേബിളിന്റെ മധ്യത്ത് വളരെ കംഫർട്ടബിളായി ഇരിക്കുകയാണ്. ഒരു കാലത്ത് ഓൾഡ് ട്രഫോർഡിന്റെ പ്രിയങ്കരനായിരുന്ന ഡെന്നിസ് ലോ ആവർത്തിച്ചുള്ള പരിക്കുകളെ തുടർന്ന് യുണൈറ്റഡ് വിട്ടതിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റിയിലാണ് അന്ന് കളിച്ചിരുന്നത്. യുണൈറ്റഡുമായുള്ള ആഴത്തിലുള്ള ആത്മബന്ധമുണ്ടായിരുന്നിട്ടും വലിയ വൈകാരിക ഭാരം വഹിക്കുന്ന ഒരു മത്സരത്തിന് ലോ അന്ന് അവർക്കെതിരെ അണിനിരക്കുകയായിരുന്നു. 2ാം പകുതിയുടെ തുടക്കത്തിൽ ഗോളൊന്നും നേടാതെ സമനിലയിലായിരിക്കുമ്പോൾ ഒരു അതിവേഗ കൗണ്ടർ അറ്റാക്കിൽ ഫ്രാൻസിസ് ലീ ബോക്സിലേക്ക് ഡെന്നിസ് ലോക്ക് ഒരു പന്ത് എത്തിച്ചു കൊടുക്കുന്നു. തുടർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നെഞ്ചു പിളർത്തിക്കൊണ്ട് കൃത്യമായ ഒരു ബാക്ക് ഹീൽ ഷോട്ടിലൂടെ ഡെന്നിസ് ലോ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. ലോ പക്ഷേ തന്റെ ആ ഗോൾ ആഘോഷിച്ചില്ല. പകരം ഖേദത്താൽ മുഖത്ത് പതിഞ്ഞ വേദനയോടെ ഒരിക്കൽ തന്നെ രാജാവായി വായിച്ചിരുന്ന ഓൾഡ് ട്രഫോർഡിന്റെ മധ്യവൃത്തത്തിലേക്ക് തിരികെ നടന്നു. മിനിറ്റുകൾക്ക് ശേഷം താൻ യുണൈറ്റഡിന്റെ തരംതാഴ്ത്തലിന് വിധിവെച്ചുവെന്ന് വിശ്വസിച്ച് മത്സരം തുടരാൻ കഴിയാതെ പകരക്കാരനായി ലോ മത്സരത്തിൽ നിന്നും തിരിച്ചു കയറി. യുണൈറ്റഡ് ആരാധകർ പിച്ചിലേക്ക് ഇരച്ചു കയറിയതിനെ തുടർന്ന് മത്സരം ഉപേക്ഷിച്ചെങ്കിലും സിറ്റിയെ വിജയികളായി കണക്കാക്കി. എന്നാൽ പലരും ഇന്ന് കരുതുന്നത് പോലെ ഡെന്നിസ് ലോയുടെ ആ ഗോളല്ല യുണൈറ്റഡിനെ അന്ന് റെലിഗേഷനിലേക്ക് നയിച്ചത്. മറിച്ച് നോർവിച്ചിനെതിരെ ബർമിംഗ്ഹാമിന്റെ വിജയവും ലിവർപൂളിനോട് വെസ്റ്റ്ഹാമിന്റെ സമനിലയും യുണൈറ്റഡിന്റെ വിധി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. സിറ്റിയെ തോൽപ്പിച്ചാലും യുണൈറ്റഡിന് അന്ന് റെലിഗേഷൻ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ല.